സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ റോഷൻ ഫൈനലി നമുക്ക് എൻ്റെ ബോയ്സിൻ്റെ സീസൺ 4 കിട്ടിയിരിക്കുകയാണ്. ആൻഡ് 3 എപ്പിസോഡുകൾ അടുപ്പിച്ചങ്ങ് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ബോയ്സ് സീസൺ 4 കാണുന്നതിന് മുമ്പ് ജെൻവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സെയിം യൂണിവേഴ്സിറ്റി തന്നെ നടക്കുന്ന മറ്റൊരു സംഭവങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ട് എടുത്ത സീരീസാണ്. നൈസ് സീരീസാണ്. ചുമ്മാ ബോയ്സിൻ്റെ ഒരു പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് ചുമ്മാ തട്ടിക്കൂട്ടിയെടുത്തൊരു സീരീസ് ഒന്നുമല്ല, കൃത്യമായിട്ടുള്ള അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു സീരീസാണ്. സോ അത് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു അടിപൊളിയായിരിക്കും. സോ അത് കാണാത്തവർ അതും കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ നമുക്കതിൽ സംസാരിക്കാനുള്ളത് സീസൺ 4 പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് 8 എപ്പിസോഡുകളാണ് ഈ സീസണിൽ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ 3 എപ്പിസോഡുകൾ മാത്രം കണ്ടിട്ട് സീരീസിനെ മൊത്തത്തിൽ വിലയിരുത്തുന്നത് ഒരു മാന്യമായ കാര്യമല്ലെന്ന് എനിക്കും അറിയാം. എന്നാൽ ഈ 3 എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി. ബോയ്സ് എന്ന സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ 3 സീസൺ എടുത്തു കഴിഞ്ഞാലും ഓരോ സീസണിലും ഒരു തരത്തിലും ഒരു റിപ്പീറ്റ് നമുക്ക് തോന്നത്തില്ല. എല്ലാ സീരീസിനും അതിൻ്റേതായ ഒരു ഐഡന്റിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ ക്യാരക്ടേഴ്സ് ആയാലും പുതിയ ഓരോ സിറ്റുവേഷൻസ് ആയാലും എല്ലാം അടിപൊളിയാണ്. ബോയ്സിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പൊക്കി പിടിക്കുന്നത് ഈ വയലൻസ് രംഗങ്ങളെ ആണെങ്കിൽ കൂടി ആ വയലൻസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതിലെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷേ സാഡ്ലി എനിക്ക് സീസൺ 4 അതായത് ഈ 3 എപ്പിസോഡിൽ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയത് ആ ഒരു വയലൻസിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ആ ഒരു ഫ്രഷ്നെസ് അവർക്ക് സ്റ്റോറിയിൽ അത്രയ്ക്കും കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത പോലെ തോന്നി. ഈ സീരീസിന് 18+ ഒതുങ്ങത്തില്ല, കുറഞ്ഞത് ഒരു 20-23+ എങ്കിലും കൊടുക്കേണ്ടി വരും സീരീസിന്. സോ ആ ഒരു വയലൻസ് സൈഡിൽ കിടിലമായിട്ട് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ കൂടി മറ്റൊരു സൈഡിൽ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലത്തിൽ കുറച്ചൊന്ന് ലെറ്റ് ഡൗൺ ആയ പോലെയാണ് തോന്നുന്നത്. എക്സെപ്റ്റ് നമ്മുടെ ഹോംലാൻഡർ ആൻഡ് ബില്ലി ബിച്ചർ, അവരിപ്പോഴും ടോപ്പ് നോച്ച് തന്നെ. പക്ഷേ ബാക്കി ക്യാരക്ടേഴ്സിനെ കുറച്ചൊക്കെ ഒന്ന് അണ്ടർപ്ലേ ചെയ്യുന്ന പോലെയാണ് സീരീസ് പോകുന്നത്. അതിൽ തന്നെ ഫ്രഞ്ചിയുടെ ക്യാരക്ടറിനെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഓൾറെഡി ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ എന്താണ് അവർ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നതിന് പിന്നിലുള്ള ഔചിത്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, കണ്ട് തന്നെ മനസ്സിലാക്കുക. ആൻഡ് മറ്റ് ക്യാരക്ടേഴ്സിനും ഇപ്പോൾ ഹ്യൂഗിക്കായാലും അതുപോലെ തന്നെ മദേഴ്സ് മിൽക്കിനായാലും നമ്മുടെ സ്റ്റാർലൈറ്റിനായാലും എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൂടി അതൊന്നും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ബില്ലി ബുച്ചർ ആൻഡ് ഹോംലാൻഡർ സ്റ്റിൽ റണ്ണിങ് ദ ഷോ എന്ന് വെച്ച് അവരെ അത്ര അവതാളത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബോയ്സ് എന്ന സീരീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതൊന്നുമല്ല. കാരണം ഇതിന് മുമ്പത്തെ സീസണുകളിൽ അവർ കൊണ്ടുവച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബെഞ്ച് മാർക്കുണ്ട്. അത് അത്രയും കിടിലമാണ്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും സ്റ്റോറി അത്രയും കിടിലായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും പ്ലോട്ടുകൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ പ്ലോട്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്തോ അതങ്ങോട്ട് എവിടെയോ ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നത്. എന്താണെന്ന് കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഇനി മൊത്തം എപ്പിസോഡുകൾ ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. ആൻഡ് സീരീസ് മൊത്തം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ ഒരു അഭിപ്രായത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ബോയ്സ് ആണ്, ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്ന് സ്റ്റോറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കിടിലായിട്ട് വരും. ഒരു സൈഡിൽ ഇങ്ങനെ ക്യാരക്ടേഴ്സ് കുറച്ച് ഡൗൺ ആയി പോയെന്ന് തോന്നുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോംലാൻഡർ ആൻഡ് ബില്ലി ബുച്ചർ അവരുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ല. അത്ര ഒരു പെർഫെക്ഷനിലൂടെയാണ്, അതായത് ഒരു ക്യാരക്ടർ ആർക്ക് അവർ കടന്നു പോകുന്നത് വളരെ കിടിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആന്റണി സ്റ്റാർ, അതായത് നമ്മുടെ ഹോംലാൻഡറിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബോയ്സിനെ പറ്റി പറയുമ്പോൾ പുള്ളിയെ പറ്റി പറയാതെ എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? പുള്ളിയെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പറയും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, വീണ്ടും ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റും? ഇപ്പോൾ ബില്ലി ബുച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഓൾറെഡി ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ മേലെ പുള്ളിക്കൊന്നും ചെയ്യാനില്ല. ആൻഡ് ആ ഒരു സംഭവത്തെ പുള്ളി കിടിലായിട്ട് തന്നെ ഇതിലും വരുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഹോംലാൻഡറിനെ പുള്ളി ചുമ്മാ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ് ആറാടാനായിട്ട്. ഇതിലും ഹോംലാൻഡറിന് ഒരു മിറർ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹോംലാൻഡർ പ്ലസ് മിറർ സീക്വൻസ് ചുമ്മാ വേറെ മാതിരി ആ സീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറി ഒരു സൈഡിൽ കൂടെ കുറച്ച് ഡള്ളായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഹോംലാൻഡർ പുള്ളിയുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് ആ സീനിനെ മൊത്തമായിട്ട് അങ്ങ് എലവേറ്റ് ചെയ്യുകയാണ്. ചില സമയത്ത് സീരീസിനെ മൊത്തം തന്റെ ഷോൾഡറിൽ കൊണ്ടുപോകുന്ന തന്നെ ഹോംലാൻഡറിന്റെ ആ ഒരു പ്രസൻസ് ആണെന്ന് തന്നെ പറയാനായിട്ട് വരും. അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് വിചാരിക്കുന്നതിന്റെ ഒരു 10 മടങ്ങ് അപ്പുറത്തേക്ക് ഒരു പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ കൊണ്ടുപോകുന്ന ഒരു ആക്ടറും ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് അങ്ങനെ അധികം എപ്പോഴും കിട്ടാറില്ല. അത്തരത്തിലൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമ്മുടെ ആന്റണി സ്റ്റാറിന്റെ ഹോംലാൻഡർ. മനുഷ്യന്മാരെക്കാളും അത്രയധികം സുപ്രീം ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, എന്നാൽ പോലും മനുഷ്യന്മാർ നിർമ്മിച്ചിട്ടുള്ള ആ ലോസിന്റെ ഒക്കെ കൂടെ ജീവിക്കേണ്ടി വരുന്നതും, അതായത് മനുഷ്യന്മാർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടി വരുന്ന ആ ഒരു ട്രോമയൊക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ആളുടെ മുഖത്ത് മിന്നിമറിയുന്ന ഭാവങ്ങളിലൂടെ കാണിച്ചിട്ടുണ്ട്. സോ പുള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു എഫർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ആക്ടിങ് കാണാൻ വേണ്ടി മാത്രം ഈ സീരീസ് കണ്ടാലും തെറ്റു പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബോയ്സിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആർക്കും അത്ര പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, അന്തർ റേഞ്ചിലാണ് പണി വെച്ചിരിക്കുന്ന ആ ക്യാരക്ടർ. സോ ഫൈനലി പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സീസണുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2-3 എപ്പിസോഡുകളിലൂടെ തന്നെ ആ സീസണിലോട്ട് നമ്മളങ്ങ് ഹുക്ക് ചെയ്യുന്നൊരു പരിപാടി ബോയ്സിലുണ്ടായിരുന്നു. അത് ബോയ്സിന്റെ ഒരു മാജിക് ആയിരുന്നു. പക്ഷേ ഇവിടെ അത് ചെറുതായിട്ടൊന്ന് മിസ്സായ പോലെയാണ് തോന്നിയത്. എന്നാൽ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഈ ഒരു പരിപാടി കിടിലായിട്ട് വർക്കൗട്ട് ആക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ജെൻവി എന്ന് പറഞ്ഞ സീരീസ് ആയിട്ടുള്ള ഒരു കണക്ഷനൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരേണ്ടതാണ്. ബോയ്സിന്റെ ഒരു യൂണിവേഴ്സ് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അത് കിടിലായിട്ട് തന്നെ വരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ബോയ്സിന്റെ സീസൺ 4 പറ്റി, അല്ല ബോയ്സിന്റെ സീസൺ 4 ആദ്യത്തെ 3 എപ്പിസോഡുകളെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. മുഴുവനായിട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഹോംലാൻഡറിന്റെ ആ ഒരു ആക്ടിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.